SITയുടെ അന്വേഷണം പോകുന്ന പോക്ക് തന്നെ ഒരു സെൻട്രലൈസ് സ്കീം ഇതിനു വേണ്ടി പ്രവർത്തിച്ചു. അതനുസരിച്ച് ഒരു വോട്ട് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് 80 രൂപ കിട്ടുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് ഈ പരിപാടി നടന്നതെന്ന് കണ്ടെത്തി കഴിഞ്ഞു. അതിൻ്റെ പേരിൽ ഇപ്പോൾ ആൻറ്റിസിപ്പേറ്ററി ബെയിലെടുത്ത് BJPക്കാർ ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ വെറുതെ വായുവിലോ വെള്ളത്തിലോ വരച്ച വരയായിരുന്നില്ല എന്ന് മനസ്സിലാക്കുക. അന്വേഷണം നടക്കുന്നു, BJP ആൻറ്റിസിപ്പേറ്ററി ബെയിലെടുക്കുന്നു, റെയ്ഡുകൾ നടക്കുന്നു, കാര്യങ്ങൾ പുറത്തു വരുന്നു. ഒരു സെൻട്രലൈസ് സംവിധാനം അലന്തിലെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇനി കോടതിയിൽ കേസ് വരട്ടെ. കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത്. കോൺഗ്രസ് സർക്കാർ രാഹുൽ ഗാന്ധിയുടെ തെളിവുകൾ കള്ളമാണെന്ന് പറയുമോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ആരോപണം കളവാണോ എന്ന് ചോദിക്കാം. ശരി, ഇത് വരട്ടെ. പക്ഷേ ഈ 2 വാർത്താ സമ്മേളനങ്ങളും നടന്നു കഴിഞ്ഞ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനോട് പ്രതികരിച്ചതെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്തൊരു വികലമായിട്ടാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ എഴുന്നേറ്റെന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് പിന്നെ മറുപടിയേ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനവും ഉണ്ടായില്ല ഇത് സംബന്ധിച്ച്. ഇത്തവണയും രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നേരത്തെ തയ്യാറാക്കി വെച്ചതുപോലെ എല്ലാം കള്ളം. രാഹുൽ ഗാന്ധിയുടെ ഒന്നാമത്തെ ആരോപണം കള്ളം, രണ്ടാമത്തത് കള്ളം. അതിങ്ങനെ പ്രിൻ്റഡ് ഫോം പോലെ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇനി എത്ര വാർത്താ സമ്മേളനം നടത്തിയാലും ഇതേ വാർത്താക്കുറിപ്പ് തന്നെ പുറത്തു വരികയും ചെയ്യും. പ്രശ്നം ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഹുൽ ഗാന്ധി എത്ര പറഞ്ഞാലും അത് ശരിയല്ല എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക എന്നുള്ളതാണ് ചോദ്യം.